ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അമീൻ ഷഹബാസ്. ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ് 2006 മോഡൽ ഹോണ്ട സിവിക്. അപ്പം ഈ ഒരു വണ്ടിയിലോട്ട് വരുമ്പോൾ ഇതിന്റെ ഓണർ കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കളറാണിത്. അപ്പം ഈ ഒരു കളറിന്റെ ഒരു പേരെന്ന് പറയുന്നത് സൺസെറ്റ് ഓറഞ്ച് എന്നാണ്. അപ്പൊ കാണുന്ന സമയത്ത് ഒരു വെറൈറ്റി കളർ ആയിട്ടുണ്ട് എന്റെ ഒരു അഭിപ്രായത്തിൽ. എന്തായാലും നമുക്ക് ഇതിന്റെ ആ ഒരു ഫ്രണ്ടിലൊക്കെ വരുത്തിയിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാന്നുള്ളത് നോക്കാം. അപ്പൊ ആദ്യം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിന്റെ ആ ഒരു ബോണറ്റിലോട്ട് വരുമ്പോഴാണ്. ബോണറ്റിന്റെ ഭാഗത്തോട്ട് നോക്കുമ്പോൾ ഒറിജിനൽ കാർബൺ ഫൈബർ ആണ് ഈ ഒരു ബോണറ്റ് ഒക്കെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം അതിൽ വണ്ടീന്റെ ഒരു വെയിറ്റിലൊക്കെ നല്ല രീതിയിൽ റിഡക്ഷൻ ഒക്കെ വരുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഗ്രില്ലിന്റെ ഭാഗത്തോട്ട് വരുമ്പോൾ ഒരു ബ്ലാക്ക് തീമിലാണ് ഇതിന്റെ ഒരു ഗ്രില്ലും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. സെൻട്രൽ ആയിട്ട് ആ ഒരു വലിയൊരു ഹോണ്ടന്റെ ഒരു എംബ്ലം കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു ബമ്പറിന്റെ ഭാഗത്തോടൊക്കെ നോക്കുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ബമ്പറാണ് ഇതിൽ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു സ്പോർട്ടിക് ആയിട്ടുണ്ട് കാണുന്ന സമയത്ത്. പിന്നെ നമ്മൾ ഈ ഒരു വണ്ടീന്റെ ഹെഡ്ലാമ്പിന്റെ ആ ഒരു ഭാഗത്തോട്ട് വരുന്ന സമയത്ത് ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലാമ്പാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് ടൈവാന്റെ ആണ്. അപ്പം അതിൽ DRL സെറ്റപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കാണുന്ന സമയത്ത് നല്ല അട്രാക്റ്റീവ് ആണ്. ഈ ഒരു ഭാഗത്തൊക്കെ നല്ലൊരു സ്പോർട്ടിനെസ്സും കൂടെ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു സൈഡിലോട്ട് വരുന്ന സമയത്ത് ആദ്യം തന്നെ ഈ ഒരു വീൽസിന്റെ ഭാഗത്തോട്ട് നോക്കുമ്പോൾ അലോയ് വീൽസ്, BBSന്റെ അലോയ് വീൽസ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ ലോവർ ചെയ്തിട്ടുണ്ട്. പ്ലസിന്റെ ലോവറിംഗ് സ്പ്രിങ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അത് തന്നെ ഈ ഒരു വണ്ടി എത്രത്തോളം ലോവർ ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ഒരു ബ്രംബോന്റെ ആ ഒരു ഔട്ടർ കവറും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പൂൺ മിറർ ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതൊരു ബ്ലാക്ക് കളറിലാണ് കൊടുത്തിട്ടുള്ളത്. അത് ഈ ഒരു ഓറഞ്ച് കളറിലോട്ടൊക്കെ നല്ല രീതിയിൽ മാച്ച് ആവുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്പീഡ് X42 എന്നുള്ള ഒരു സ്റ്റിക്കർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് കോഡ് 6 ട്യൂൺഡ് എന്നുള്ള ആ ഒരു ബാഡ്ജിയും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വണ്ടി നിലവിൽ സ്റ്റേജ് 2 ട്യൂൺഡ് ആണ്. ഏകദേശം 15 BHP ഇതിൽ പവർ അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വണ്ടീന്റെ ഓണറിന്റെ ആ ഒരു Instagram ID കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പറ്റുന്നവരെന്തായാലും ഒന്ന് ഫോളോ ചെയ്തോ. പിന്നെ നമ്മൾ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ ലോവേഡ് എന്നുള്ള ഒരു സ്റ്റിക്കറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല ഒരു അട്രാക്റ്റീവ് ആണ് ഈ ഒരു ഭാഗത്തുള്ള സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ. പിന്നെ പമ്പറിലോട്ട് വരികയാണെന്നുണ്ടെങ്കിലും ആഫ്റ്റർ മാർക്കറ്റ് ആണ് ഈ ഒരു സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തൊരു ബ്ലാക്ക് തീമിലാണ് ഇതിന്റെ ആ ഒരു ഫ്യൂച്ചർ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. പാർക്കിംഗ് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു സെറ്റപ്പിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ടെയിൽ ലാമ്പിന്റെ ഭാഗത്തോട് നോക്കുന്ന സമയത്ത് സ്റ്റോക്ക് ടെയിൽ ലാമ്പാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോണറ്റ് കാർബൺ ഫൈബർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു സ്പോയിലറിന്റെ ഭാഗത്തോട്ട് വരുമ്പോഴും ഇതും ഒറിജിനൽ കാർബൺ ഫൈബർ തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ നമ്മുടെ വണ്ടീന്റെ ഓണർ സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നോർമൽ സ്പോയിലേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ വെയിറ്റും കാര്യങ്ങളൊക്കെ വരും. അപ്പം ഇതൊരു കാർബൺ ഫൈബർ ആവുന്ന സമയത്ത് വെയിറ്റ് റിഡക്ഷനും ആണ്, അതേപോലെ തന്നെ നല്ലൊരു പെർഫോമൻസ് ആണ് നമുക്ക് ഇതിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത്. പിന്നെ സെൻട്രൽ ആയിട്ട് നമുക്കൊരു ബ്ലാക്ക് ഔട്ട് ചെയ്ത രീതിയിലുള്ള ഒരു ഹോണ്ടന്റെ ഒരു എംബ്ലം കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ നമ്മൾ ഇപ്പുറത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിലും അപ്പുറത്ത് കണ്ട അതേ ഒരു സെറ്റപ്പിലൊക്കെ തന്നെയാണ് ഈ ഒരു ഭാഗത്തുള്ളത്. പിന്നെ നമ്മളെ വണ്ടീന്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് അകത്ത് കയറിയിട്ട് നോക്കാം. അപ്പം ഇതിന്റെ അകത്ത് എന്തൊക്കെയാണ് മാറ്റം വരുത്തിയിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് വണ്ടീന്റെ അകത്ത് ഡോർ തുറന്നിട്ട് നോക്കാം. അപ്പം ആദ്യം തന്നെ ഇതിന്റെ ആ ഒരു സീറ്റിന്റെ ഭാഗത്തോട്ട് നോക്കുന്ന സമയത്ത് സ്പോർട്സ് സീറ്റും കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊരു റെഡ് ബ്ലാക്ക് തീമിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അത് ഈ ഒരു വണ്ടീന്റെ ഒരു ബോഡി കളറിനോട് മാച്ച് ആവുന്ന രീതിയിലാണ് അതിന്റെ ഒരു കളേഴ്സും കാര്യങ്ങളും വന്നിട്ടുള്ളത്. സ്റ്റിച്ചിങ്ങിലും ആ ഒരു റെഡ് പാറ്റേണും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഒരു സ്റ്റിയറിംഗ് വീലൊക്കെ നോർമലാണ്. ഒരു ഔട്ട് സൈഡിലൊരു സ്റ്റിയറിംഗ് ലെതറും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇതിന്റെ ഇന്റീരിയർ ഫുള്ള് റീകണ്ടീഷൻ ചെയ്തതാണ് കേട്ടോ. അപ്പൊ അതിലെ ഒരു പിയാനോ ബ്ലാക്ക് സെറ്റപ്പും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അതിന്റെ ആ ഒരു സമയത്ത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു 10 ഇഞ്ചിന്റെ ഒരു ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ടുള്ള ഒരു ആൻഡ്രോയിഡ് ഡിസ്പ്ലേ, അതേപോലെ തന്നെ ഇൻബിൽട്ട് ആയിട്ട് നമ്മൾ ആ ഒരു റിവേഴ്സ് ക്യാമറയും കൂടി വരുന്ന ഒരു സെറ്റപ്പിലാണ് ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. സെൻട്രലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ടുള്ള ഒരു ഗിയർ നോബും കാര്യങ്ങളൊക്കെ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഭാഗത്തൊക്കെ അഡീഷണൽ ആയിട്ട് ആ ഒരു പിയാനോ ബ്ലാക്ക് സെറ്റപ്പിലുള്ള കളേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തതൊക്കെ കുറച്ചും കൂടെ ഈ ഒരു വണ്ടീനെ അട്രാക്റ്റീവ് ആക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ സെൻട്രലുള്ള ആ ഒരു ആംബ്രസ്റ്റും കാര്യങ്ങളൊക്കെ ഒരു റെഡ് കളറിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മുകളിലാണെങ്കിൽ റൂഫൊക്കെ ഒരു ബ്ലാക്ക് തീമിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ബാക്കിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസും കാര്യങ്ങളൊന്നും വരുത്തിയിട്ടില്ല. നമ്മളെ നോർമൽ സിവിക്കിന്റെ ഒരു സെറ്റപ്പിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ബാക്കിൽ ചെയ്തിട്ടുള്ളത്. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു ക്ലീൻ സ്പെക്ക് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഇപ്പം എന്റെ മുന്നിലുള്ളത്. അപ്പം ഓൾറെഡി നമ്മൾ ഇതിന്റെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്.
അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത പുതിയ പുതിയ ഓരോരോ നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.